തയ്യിൽ ഫാമിലി ഓർഗനൈസേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങൾക്കും വിത്തും ഗ്രോ ബാഗും വിതരണം ചെയ്തു. വിതരണ ഉദ്ഘാടനം പി ഉബൈദുള്ള MLA നിർവഹിച്ചു. ശ്രദ്ധേയരായ നിരവധി ആളുകൾ ഈ തയ്യൽ കുടുംബത്തിൽ നിന്നുള്ളവരുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ വേദി തന്നെ. ഇതിൽ ഡോക്ടർമാരുണ്ട്, റിട്ടയർഡ് ജഡ്ജുണ്ട്, രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വങ്ങൾ ഈ സേതിലും സഹസ്രമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാടിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു ഫാമിലിയാണ് തയ്യൽ ഫാമിലി. ഇവിടെ തയ്യൽ ഫാമിലിയുടെ ഈ സംഗമത്തിൽ വരുമ്പോൾ ഒരാളെ ഓർക്കാതിരിക്കാൻ കഴിയില്ല. ബഹുമാനായ അംസ തയ്യൽ, നമ്മളെ ബക്കർ തയ്യലിൻ്റെയും ഉമ്മർ തയ്യലിൻ്റെയൊക്കെ സഹോദരൻ, NYKയുടെ കോർഡിനേറ്ററായി നമുക്കിടയിൽ സജീവമായി പൊതുരംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അദ്ദേഹം നമ്മോട് ഇവിടെ പറഞ്ഞത്. അംസ തയ്യലിനെ പോലെയുള്ള നിരവധി മഹാന്മാർക്ക് ജന്മം നൽകിയ കുടുംബമാണ് തയ്യൽ കുടുംബം എന്ന അഭിമാനപൂർവ്വം ഞാൻ ഈ ഘട്ടത്തിൽ ഓർക്കുകയാണ്. മറ്റു പല ഫാമിലി മീറ്റുകൾ വ്യത്യസ്തമായി ഇവിടെ കാർഷിക വൃത്തിയിൽ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബങ്ങൾക്കിടയിൽ ഇത്തരമൊരു പരിപാടി പ്രശംസനീയമാണെന്നും MLA പറഞ്ഞു. ഓർഗനൈസേഷൻ പ്രസിഡന്റ് സൈനുദ്ദീൻ ആദവനാട് അധ്യക്ഷനായിരുന്നു. കോട്ടപ്പടി അബ്ദുറഹ്മാൻ സാഹിബ് സ്മാരക മന്ദിരത്തിൽ നടന്ന പരിപാടിയിൽ മുനിസിപ്പൽ ചെയർമാൻ മുജീബ് കാടേരി മുഖ്യാതിഥിയായി. ഡോക്ടർ അബൂബക്കർ, റിട്ടയർഡ് ജി അലി മുഹമ്മദ്, കുഞ്ഞാലി ഹാജി, പ്രൊഫസർ ദാവൂദ്, TV മൊയ്തീൻ, ജനറൽ സെക്രട്ടറി റഷീദ് കാച്ചിനിക്കാട്, പ്രോഗ്രാം കൺവീനർ സക്കീർ തയ്യൽ, പ്രോഗ്രാം കോർഡിനേറ്റർ നാണി മക്കരപ്പറമ്പ്, ട്രഷറർ ഇബ്രാഹിം കക്കാട് എന്നിവർ സംസാരിച്ചു. സിവിൽ സർവീസ്, SLC, +2, മദ്രസ പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ തയ്യൽ കുടുംബത്തിൽപ്പെട്ട കുട്ടികളെ ചടങ്ങിൽ MLA മൊമന്റോ നൽകി അനുമോദിച്ചു. അംഗങ്ങൾക്കുള്ള തിരിച്ചറി കാർഡിന്റെ വിതരണവും ചടങ്ങിൽ നടന്നു. പച്ചക്കറി വിത്ത് ഉൾപ്പെടെ 10ലധികം വിത്തുകളാണ് ഗ്രോ ബാഗിലുള്ളത്. സഹാറ ഗോൾഡൻ ഡയമണ്ട്സ്, കോട്ടപ്പടി, മലപ്പുറം. ഫോൺ 9744 912 916.